ഹായ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രിപ്പോസിഷൻ 3.10. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എനി എ മോഡ്യൂൾ എം ദെൻ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇക്വലൻ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എം ഈസ് എ ഫ്ലാറ്റ് എ മോഡ്യൂൾ. സെക്കൻഡ്, എം പി ഈസ് എ ഫ്ലാറ്റ് AP module for each prime ideal P. Third one, MM is a flat AM module for each maximal ideal M. ഓക്കെ, എന്നുള്ളത് എന്താണ്? മോഡ്യൂൾ ഓഫ് എം ആണ്. അങ്ങനെയാണെങ്കിൽ എം എന്താണ്? ഫ്ലാറ്റ് ഓഫ് എ മോഡ്യൂളാണ്. അതുപോലെ എം പി എന്താണ്? ഫ്ലാറ്റ് ഓഫ് AP മോഡ്യൂളാണ്. ഈച്ച് പ്രൈം ഐഡിയൽ പി എടുത്തു കഴിഞ്ഞാൽ, അതേപോലെ എം എൻ എന്താണ്? ഫ്ലാറ്റ് ഓഫ് AM മോഡ്യൂളാണ് ഫോർ ഈച്ച് മാക്സിമൽ ഐഡിയൽ എം എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് പ്രൂഫ് നോക്കുക. 1 implies 2, അതായത് 1 നമ്മൾ എടുക്കുന്നത് എം ഈസ് എ ഫ്ലാറ്റ് ഓഫ് എ മോഡ്യൂൾ എടുത്തു. ഇംപ്ലൈസ് ഇഫ് എൻ ഡാഷ് ടു എൻ ടു എൻ ഡബിൾ ഡാഷ് ഇസ് എൻ എക്സാക്ട് സീക്വൻസ്, ദെൻ എൻ ഡാഷ് ക്രോസ് എം ടു എൻ ക്രോസ് എം ടു എൻ ഡബിൾ ഡാഷ് ക്രോസ് എം ഈസ് എക്സാക്ട്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമുക്ക് അറിയാം. അതായത് എൻ ഡാഷ് എൻ അതുപോലെ എൻ ടു എൻ ഡബിൾ ഡാഷിലേക്ക് ഒരു എക്സാക്റ്റ് സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ എൻ ഡാഷ് ക്രോസ് എം അതുപോലെ എൻ ഡാഷ് ക്രോസ് എം അതുപോലെ എം ഡാഷ് ക്രോസ് എം ഡബിൾ ഡാഷ് ക്രോസ് എന്നിലേക്ക് എന്തുണ്ടാവും? ഒരു എക്സാക്റ്റ് സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ്, അത് നമ്മൾ തൊട്ട് മുന്നത്തെ തിയറ പ്രകാരം എൻ ഡാഷ് ക്രോസ് എം പി ടു എൻ ക്രോസ് എം പി ടു എൻ ഡബിൾ ഡാഷ് ക്രോസ് എം പി എന്താണ്? ഈസ് എക്സാക്ട് സീക്വൻസ്. അത് നമുക്കറിയാം. ദാറ്റ് ഇംപ്ലൈസ് എൻ പി ഡാഷ് ക്രോസ് എം പി ടു എൻ പി ക്രോസ് എം പി ടു എൻ പി ഡബിൾ ഡാഷ് ക്രോസ് എം പി ഈസ് എക്സാക്റ്റ്. അത് നമുക്കറിയാം. ദാറ്റ് ഇംപ്ലൈസ് എൻ പി ഡാഷ് ടു എൻ പി ടു എൻ പി ഡബിൾ ഡാഷ് ഈ സീക്വൻസ് എന്താണ്? എക്സാക്റ്റ് ആണ്. സോ എം പി ഈസ് എ ഫ്ലാറ്റ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് 2 implies 3. ഇറ്റ് ഈസ് ക്ലിയർ സിൻസ് എവരി മാക്സിമൽ ഐഡിയൽ ഈസ് പ്രൈം ഐഡിയൽ. അതായത് എല്ലാ മാക്സിമൽ ഐഡിയൽ എന്താണ്? പ്രൈം ഐഡിയൽ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 implies 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യേണ്ടത് 3 implies 1 ആണ്. ഇഫ് എൻ ടു പി ഈസ് എ ഹോമോമോർഫിസം ഓഫ് എ മോഡ്യൂൾ എടുത്തു ആൻഡ് സ്മാൾ ലെറ്റർ എം ഈസ് എ എനി മാക്സിമൽ ഐഡിയൽ ഓഫ് എ എടുത്തു, ദെൻ എൻ ടു പി ഈസ് ഇൻജക്റ്റീവ് ആണ്, അല്ലേ? ഹോമോമോർഫിസം ആണ്. എൻ ടു പി ഹോമോമോർഫിസം എ മോഡ്യൂളാണ്. അതുകൊണ്ട് എന്താണ്? എം എന്താണ്? മാക്സിമൽ ഐഡിയൽ ഓഫ് എ ആണ്. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻ ടു പി എന്താണ്? ഇൻജക്റ്റീവ് ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് എം എം ടു പി എം ഈസ് 1 ബൈ പ്രപ്പോസിഷൻ 3.9. നമ്മൾ പറഞ്ഞു എൻ ടു പി ഇൻജക്റ്റീവ് ആണെങ്കിൽ എൻ എം ടു പി എം എന്താണ്? 1 ആണെന്ന് പറഞ്ഞു, അതായത് ഇൻജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഇംപ്ലൈസ് എൻ എം ക്രോസ് എം എം ടു പി എം ക്രോസ് എം എം ഈസ് എന്താണ്? 1 ആണ് ബൈ 2.19. Okay, that implies n cross m to m p cross m is 1 by 3.7 proportion 3.7 പ്രകാരം നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. That implies n cross m to p cross m is 1 by 3.9 proportion 3.9 പ്രകാരം നമുക്ക് പറയാൻ പറ്റും. That implies m എന്താണ്? is a flat by ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എം എന്ന ഫ്ലാറ്റ് ഓഫ് എ മോഡ്യൂൾ ആണെങ്കിൽ എം പി എന്താണ്? ഒരു ഫ്ലാറ്റ് എ പി മോഡ്യൂളാണ് ഫോർ ഈച്ച് പ്രൈം ഐഡിയൽ പി എടുത്തു കഴിഞ്ഞാൽ. സിമിലർലി എം പി ഫ്ലാറ്റ് ഓഫ് എ മോഡ്യൂൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എം എം എന്താണ്? ഫ്ലാറ്റ് ഓഫ് എ എം മോഡ്യൂളാണ് ഫോർ ഈച്ച് മാക്സിമൽ ഐഡിയൽ എം എടുത്തു കഴിഞ്ഞാൽ. സിമ്പിൾ പ്രൂഫാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ആണ്. ഓക്കെ, ചാപ്റ്റർ 4 നോക്കുക. പ്രൈമറി ഡീകോമ്പോസിഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്.
ഒരു ഡെഫിനിഷൻ an ideal Q of a ring A is called primary if Q not equal to A and if xy belongs to Q implies either x belongs to Q or y raised to n belongs to Q for some n greater than 0. അതായത് നമ്മളൊരു റിങ് ഒരു എ എന്നുള്ള റിങ്ങിൻ ഐഡിയലാണ് ആര് ക്യൂ എന്നുള്ളത്. ആ ഐഡിയലിനെ പ്രൈമറി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? ക്യൂ എന്താകാൻ പാടില്ല? എനോട് ഈക്വൽ ആകാൻ പാടില്ല. അതുപോലെ രണ്ട് എലമെൻറ്റ്, അതായത് എക്സ് വൈ ബിലോങ്സ് ടു എക്സ് വൈൻ്റെ പ്രൊഡക്റ്റ് ബിലോങ്സ് ടു ക്യൂനുണ്ടെങ്കിൽ ഐദർ എക്സ് ബിലോങ്സ് ടു ക്യൂ ഓർ വൈ റൈസ് ടു എൻ ബിലോങ്സ് ടു ക്യൂ ആവണം ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതിൽ റിമാർക്ക് നോക്കുക. ഫസ്റ്റ് റിമാർക്ക്, ക്യൂ ഈസ് പ്രൈമറി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എവരി 0 ഡിവൈസർ ഇൻ എ ബൈ ക്യൂ ഈസ് നിൽപോട്ടൻറ്റ്. അതായത് ക്യൂ എന്താണ്? പ്രൈമറി ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെയാണെങ്കിൽ എ ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആവും. അതേപോലെ തന്നെ എവരി നോൺ സീറോ ഡിവൈസർ ഇൻ എ ബൈ ക്യൂ ഈസ് നിൽപോട്ടൻ്റ് ആണ്. ഏതൊരു നോൺ സീറോ ഡിവൈസർ എ ബൈ ക്യൂ നിർത്തി കഴിഞ്ഞാലും അതെന്താണ്? ഈസ് എ നിൽ പൊട്ടൻ്റ് ആണ്, നമുക്കാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് വരുന്നത് നോക്കുക. നമ്മൾ ആദ്യം ക്യൂ എന്താണെന്ന് എടുത്തു? പ്രൈമറിയാന്ന് എടുത്തു. ക്യൂ പ്രൈമറി ആണെങ്കിൽ ക്യൂ എന്താണ്? നോട്ട് ഈക്വൽ ടു എ ആണ്. അതേപോലെ എ ബൈ ക്യൂ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ക്ലിയർ ആണ്. എ ബൈ ക്യൂ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി സപ്പോസ് എക്സ് പ്ലസ് ക്യൂ ബിലോങ്സ് ടു എ ബൈ ക്യൂ ബി എ സീറോ ഡിവൈസർ ഇൻ എ ബൈ ക്യൂ. അതായത് നമ്മളൊരു എക്സ് പ്ലസ് ക്യൂ എടുത്തു. എവിടുന്ന്? എ ബൈ ക്യൂന്ന്. ഇതെന്താണ്? ഈസ് എ സീറോ ഡിവൈസർ ആണ് ആര്? എക്സ് പ്ലസ് ക്യൂ എന്നുള്ളത്. ദെൻ ദർ എക്സിസ്റ്റ് എ വൈ പ്ലസ് ക്യൂ ബിലോങ്സ് ടു എ ബൈ ക്യൂ സച്ച് ദാറ്റ് വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു 0 ഈക്വൽ ടു ക്യൂ. അതായത് എക്സ് പ്ലസ് വൈ എന്താണ്? സീറോ ഡിവൈസർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ പ്ലസ് ക്യൂ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? സച്ച് ദാറ്റ് എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു ആരാവും? 0 ആവും. ഓക്കെ, അത് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് എക്സ് വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു ആര് വരും? ക്യൂ വരും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ. ക്ലിയർ? എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ എന്ന് വരും. സിൻസ് വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ആണ്, വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ആണ്, ദാറ്റ് ഇംപ്ലൈസ് വൈ നോട്ട് ബിലോങ്സ് ടു ക്യൂ. അതായത് വൈ പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ നോട്ട് ബിലോങ്സ് ടു ക്യൂ എന്ന് പറയാൻ പറ്റും. സോ എക്സ് റൈസ് ടു എൻ ബിലോങ്സ് ടു ക്യൂ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് റൈസ് ടു എൻ ബിലോങ്സ് ടു ക്യൂ ഫോർ സം എൻ ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് റൈസ് ടു എൻ പ്ലസ് ക്യൂവിൻ്റെ ആൻസർ എന്ത് വരും? ഈക്വൽ ടു 0 വരും. സോ എക്സ് പ്ലസ് ക്യൂ ഓൾ റൈസ് ടു എന്നിൻ്റെ ആൻസർ എന്ത് വരും? ഈക്വൽ ടു ക്യൂ. സോ എക്സ് പ്ലസ് ക്യൂ ഈസ് നിൽപോട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ ബൈ ക്യൂ. ഓക്കെ, അതായത് എക്സ് പ്ലസ് ക്യൂ ഈസ് എ നിൽപോട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ ബൈ ക്യൂ എന്ന് വരും. അതായത് എക്സ് പ്ലസ് ക്യൂ ഓൾ റൈസ് ടു എൻ എന്താണ്? ഈക്വൽ ടു ക്യൂ ആണ്. നമുക്കറിയാം ഒരു എലമെൻറ്റ് നിൽപോട്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് നിൽപോട്ടൻ്റ് ആണ്, എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എന്താവണം? 0 ആവണം, അല്ലെങ്കിൽ 0 ആവണം. അതാണ് നിൽപോട്ടൻറ്റിൻ്റെ ഡെഫിനിഷൻ. സോ ഇവിടെ എന്ത് കിട്ടി? എക്സ് പ്ലസ് ക്യൂ ഓൾ റൈസ് ടു എൻ ഈക്വൽ ടു ക്യൂ കിട്ടി. ക്യൂ എന്ന് പറഞ്ഞാലാണ് 0. സോ എക്സ് പ്ലസ് ക്യൂ ഈസ് നിൽപോട്ടൻ്റ് എലമെൻറ്റ് ഇൻ എ ബൈ ക്യൂ എന്ന് കിട്ടും. സിമിലർലി സപ്പോസ് എ ക്യൂ സബ്സെറ്റ് ഓഫ് എ ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എവരി നോൺ സീറോ ഡിവൈസർ ഇൻ എ ബൈ ക്യൂ ഈസ് നിൽപോട്ടൻറ്റ്. അതിൻ്റെ കോൺവേഴ്സ്ലി ഭാഗം നമ്മൾ എടുക്കുകയാണ്. സിൻസ് എ ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0, എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു എ. അതായത് എ ബൈ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ നോട്ട് ഈക്വൽ ടു 0 അതുപോലെ തന്നെ ക്യൂ നോട്ട് ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. സപ്പോസ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ എടുത്തു.
xy belongs to q and x not equal to q, then x plus q not equal to q ആണ്. കാരണം എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ, അതേപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ക്യൂ, ദെൻ അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് പറയാൻ പറ്റും. നൗ എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു വൈ പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ക്യൂ, ദാറ്റ്സ് ഈക്വൽ ടു ക്യൂ എന്ന് വരും. ബിക്കോസ് എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ, എക്സ് വൈ ബിലോങ്സ് ടു ക്യൂ എന്ന് പറയുകയാണെങ്കിൽ ക്യൂ പ്ലസ് ക്യൂവിൻ്റെ ആൻസർ എന്ത് വരും, 0 വരും. സോ ആൻസർ എന്ത് വരും, ഇൻ എ ബൈ ക്യൂ, എ ബൈ ക്യൂവിലെ എന്ത് വരും ആൻസർ ഇസ് ഈക്വൽ ടു 0 വരും. സോ therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു 0 ഓർ വൈ പ്ലസ് ക്യൂ ഈസ് ആസ് എൻ 0 ഡിവൈസർ ഇൻ എ ബൈ ക്യൂ എന്ന് പറയാൻ പറ്റും. ഒന്നെങ്കിൽ വൈ പ്ലസ് ക്യൂവിൻ്റെ ആൻസർ എന്ത് വരും, 0 വരും, അല്ലെങ്കിൽ വൈ പ്ലസ് ക്യൂ എന്താണ് സേ നോൺ സീറോ ഡിവൈസർ ഓഫ് ഇൻ എ ബൈ ക്യൂ എന്ന് പറയാൻ പറ്റും. ഇഫ് y plus q equal to 0, that's equal to y plus q equal to q, that implies y belongs to q, then y raised to 1 belongs to q. That is xy belongs to q and x not equal to q, that implies y raised to 1 belongs to q. So q is primary. Suppose if y plus q not equal to q, that means y plus q not equal to 0, then y plus q is a 0 divisor. So y plus q is nilpotent. That is y plus q all raised to n equal to 0 equal to q for some n greater than 0. Therefore y raised to n plus q is equal to q, that implies y raised to n belongs to q. So q is primary. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ആ റിമാർക്ക് ഒന്നുകൂടി നോക്കുക. ക്യൂ ഈസ് പ്രൈമറി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബൈ ക്യൂ ഈ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എവരി നോൺ സീറോ ഡിവൈസർ ഇൻ എ ബൈ ക്യൂ ഈസ് നിൽപോട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.